കാണിക്ക എന്നുള്ള നമ്മുടെ ഇതിൽ ബൈബിൾ ഭാഗത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. അതാണ് ആരുടെയും പ്രേരണ കൂടാതെ മനസ്സാലെ നമ്മൾ ദൈവത്തിന് എന്താ പറയുക കൊടുക്കണം എന്നാണ് ദൈവം പറയുന്നത്. അപ്പം ദൈവം എന്താ പറയുന്നത്? ഒരു വചനഭാഗത്ത് ദൈവം പറയുന്നുണ്ട്, ഉള്ളവന് കൊടുക്കപ്പെടും, അതായത് സമൃദ്ധമായി ദൈവം കൊടുക്കൂന്നാണ് പിന്നീടുള്ള വചനഭാഗങ്ങളിൽ പറയുന്നത്. പിന്നെ നമ്മൾ വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, വിധവയുടെ കാണിക്ക. അതായത് അതൊരു ചെറിയൊരു പിക്കായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തരുമ്പോഴത്തേക്കും എന്താ പറയുക, പ്രഭുക്കന്മാരും രാജാക്കന്മാരും എല്ലാം വളരെ കൂടിയ തുകകൾ, അതായത് വളരെ കൂടിയ നിക്ഷേപം ദൈവത്തിന് കാണിക്കയായിട്ട് സമർപ്പിച്ചു. അപ്പം ആ വിധവയുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? 2 ചെമ്പ് തുട്ടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ദൈവത്തിന് വേണ്ടി കാണിക്കയായിട്ട് ഇടുന്നത് ദൈവം കാണുന്നുണ്ട്. അപ്പം ദൈവം അവിടെ അവരോട് കൂടിയിരുന്നവരോട് ദൈവം പറയുന്നുണ്ട്, ഈ വിധവ മറ്റാരേക്കാളും കൂടുതൽ ദൈവത്തിന് നൽകിയിട്ടുണ്ട്. അതായത് പ്രഭുക്കന്മാരും സമ്പന്നന്മാരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ദൈവത്തിന് കൊടുത്തു. ഈ വിധവയാകട്ടെ തങ്ങളുടെ, അതായത് ഉപജീവനത്തിന് വേണ്ടിയുള്ള അവളുടെ വരുമാനം മുഴുവൻ ദൈവത്തിനായിട്ട് കൊടുത്തതുകൊണ്ട് ആ വിധവയുടെ കാണിക്കയാണ് ദൈവത്തിൻ്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. അതായത് അവിടെ വേറൊരു ഒരു മെസ്സേജുകൾ ദൈവം തരുന്നുണ്ട്. പ്രഭുക്കന്മാരും ഉയർന്നവരും താഴ്ന്നവരും അങ്ങനെ കാണിക്ക സമർപ്പിക്കുന്നതിൽ ദൈവം വേർതിരിവൊന്നും കാണിക്കുന്നില്ല. രണ്ടും ദൈവത്തിന് സ്വീകാര്യമാണെന്നാണ് ദൈവം പറയുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന തെറ്റുകളാണ് നമ്മൾ വൈദികർക്കെതിരെ സംസാരിക്കുന്നതും. അത് മനുഷ്യൻ്റേതായ അഭിപ്രായങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മളവിടെ പരാമർശിക്കപ്പെടുന്നത്. പക്ഷേ ഈ വൈദികൻ എന്നുള്ളത് ഒരു വ്യക്തിയെ ദൈവം പ്രത്യേകമായി, ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മളിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയേക്കുന്നതാണ്. വേർതിരിച്ച് മറ്റൊരു ജീവിതത്തിന്, അതായത് ദൈവവിളി എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഗ്രഹം കൊടുത്ത് ഒരു പ്രത്യേക വ്യക്തിയെ മാറ്റി നിർത്തി, ദൈവത്തിനായിട്ട് മാറ്റി നിർത്തി ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ് ദൈവിക വിളി, വൈദികർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്കെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബൈബിളിൽ പറയുന്നുണ്ട്, തെറ്റുകൾ ഏറ്റുപറയുന്നവന് തിരിച്ചു വരാനായിട്ട് ദൈവം അവസരം കൊടുക്കും. അപ്പോൾ അങ്ങനെ വൈദികർക്ക് എന്താ പറയുക, വൈദികർക്ക് എതിരായി നമ്മൾ സംസാരിച്ചാലും നമ്മൾ അനുതപിക്കുക, ദൈവത്തോട് മാപ്പ് ചോദിക്കുക, തെറ്റുകൾ ഏറ്റുപറയുക. നമുക്ക് എന്താ പറയുക, അറിവില്ലായ്മ കൊണ്ട് പറ്റിയ തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറയുമ്പോഴും ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ എന്നുള്ളതും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്.